അമേരിക്കൻ കപ്പലിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇന്ത്യക്കാരനെന്ന് റിപ്പോർട്ട്. US കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ടാങ്കർ കപ്പലായ സേഫ് സീ വിഷ്ണുവിന് നേരെയാണ് ഇറാഖ് സമുദ്രാതിർത്തിയിൽ ഇറാനിയൻ ചാവേർ ബോട്ടിൽ നിന്നുള്ള ആക്രമണം ഉണ്ടായത്. മാർഷൽ ദ്വീപുകളുടെ പതാകയ്ക്ക് കീഴിലായിരുന്നു ഈ ടാങ്കർ കപ്പൽ സർവീസ് നടത്തിയിരുന്നത്. തെക്കൻ ഇറാഖിലെ ഗോറൽ സുബൈർ തുറമുഖത്തിന് സമീപത്താണ് അമേരിക്കൻ കപ്പൽ ആക്രമിക്കപ്പെട്ടത്. ആളില്ലാ ചാവേർ ബോട്ട് ആക്രമണമാണ് ടാങ്കർ കപ്പലിന് നേരെയുണ്ടായത്. കപ്പലിൽ നിന്ന് കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് ഇറാഖ് തുറമുഖ അധികൃതർ വിശദമാക്കുന്നത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇന്ത്യക്കാരനാണെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. എന്നാൽ കൊല്ലപ്പെട്ടയാളുടെ മറ്റ് വിവരങ്ങളൊന്നും തന്നെ പുറത്തു വിട്ടിട്ടില്ല. കപ്പലിലുണ്ടായ മറ്റ് 27 അംഗങ്ങളെ സുരക്ഷിതമായി ബസ്രയിലേക്ക് മാറ്റിയതായും ഇറാഖ് വിശദമാക്കി. 228.6 മീറ്റർ നീളവും 32.57 വീതിയുമുള്ള ടാങ്കർ കപ്പലാണ് സേഫ് സീ വിഷ്ണു. 2007 ഈ കപ്പൽ നിർമ്മിതമായത്. പേർഷ്യൻ ഗൾഫിൽ അമേരിക്കൻ കപ്പലടക്കം 2 കപ്പലുകൾ അന്തർവാഹിനി ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിലൂടെ ഇറാൻ തകർത്തിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര ചരക്ക് നീക്കം തടയുന്നതിന്റെ ഭാഗമായാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്കിന് സമീപം നിരവധി വ്യാപാര കപ്പലുകൾക്കാണ് ആക്രമണം ഉണ്ടായത്. ചില കപ്പലുകൾക്ക് ഡ്രോൺ ബോട്ടുകളോ കടൽ മൈനുകളോ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കാം എന്നാണ് സംശയം. ഈ സംഭവങ്ങൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ വലിയ സുരക്ഷാ ഭീഷണി സൃഷ്ടിച്ചിട്ടുണ്ട്. ലോകത്തിലെ സമുദ്രമാർഗമുള്ള എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 1/5 ഈ കടലിടുക്കിലൂടെ കടന്നുപോകുന്നു. ദിവസേന ഏകദേശം 20 മില്യൺ ബാരൽ എണ്ണയാണ് ഹോർമുസിലൂടെ ലോക വിപണികളിലേക്ക് എത്തുന്നത്. സൗദി അറേബ്യ, ഇറാഖ്, കുവൈത്ത്, UAE, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതികളുടെ വലിയൊരു വിഹിതവും ഈ കടൽപാതയിലൂടെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അതിനാൽ തന്നെ ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഗതാഗത പാതകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഗൾഫ് രാജ്യങ്ങൾ ഉൽപാദനം കുറയ്ക്കുകയും ഇറാനുമായുള്ള US-ഇസ്രായേൽ യുദ്ധം കാരണം ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുകയും ചെയ്യുന്നതിനാൽ ലോകത്തെ എണ്ണ വിപണി അനിശ്ചിതത്വം നേരിടുകയാണ്. ലോകത്തിന്റെ 1/5 അസംസ്കൃത എണ്ണയും ദ്രവീകൃത പ്രകൃതിവാതകവും സാധാരണയായി നീങ്ങുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഈ നിർണായക കടൽപാത അടച്ചതോടെ എണ്ണയുടെ വില വർദ്ധിക്കുകയും ചെയ്തു. ഇറക്കുമതി ആശ്രയിക്കുന്ന ഏഷ്യയിലാണ് ഇത് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളത്. തങ്ങളുടെ ആവശ്യത്തിന്റെ 90% ഗൾഫ് ക്രൂഡിനെ ആശ്രയിക്കുന്ന ജപ്പാൻ കരുതൽ ശേഖരം ഉപയോഗിക്കുന്നത് പരിഗണിക്കുകയാണിപ്പോൾ. ചൈന ആഭ്യന്തര വിതരണം നിലനിർത്തുന്നതിനായി ഇന്ധന കയറ്റുമതി വെട്ടിച്ചുരുക്കി. ദക്ഷിണ കൊറിയ എണ്ണവില പരിഷ്കരിക്കാനൊരുങ്ങുകയാണ്. പാകിസ്ഥാനാകട്ടെ ഇന്ധനവില 20% കണ്ട് വർദ്ധിപ്പിച്ചു. അതേസമയം ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം തടയാൻ ബലം പ്രയോഗിക്കുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിലെ ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അമേരിക്കയും ഇസ്രായേലും ഇറാനിലെ സൈനിക ലക്ഷ്യങ്ങളെ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇറാൻ പ്രതികാര നടപടികൾ ശക്തമാക്കിയത്. അതിന്റെ ഭാഗമായി അമേരിക്കയുമായി ബന്ധപ്പെട്ട കപ്പലുകളും അവരുടെ കൂട്ടാളികളുടെ കപ്പലുകളും ലക്ഷ്യമാക്കണമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സംഘർഷത്തെ തുടർന്ന് ലോക എണ്ണ വിപണിയിലും വലിയ പ്രതികരണം ഉണ്ടായി. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളുടെ എണ്ണം കുറഞ്ഞതോടെ അന്താരാഷ്ട്ര എണ്ണ വിലയിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അമേരിക്ക ഇറാൻ സംഘർഷം കടൽ മേഖലയിലേക്ക് വ്യാപിക്കുന്നതോടെ ഗൾഫ് മേഖലയിൽ സുരക്ഷാ ഭീഷണി കൂടുതൽ ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.